നമസ്കാരം ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് കുറച്ച് വീഡിയോസ് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാണ് ഒരു ചെറിയ അൺബോക്സിങ്, കൂടുതലൊന്നുമില്ല. ഒരു കിടുക്കാച്ചി ഗാഡ്ജറ്റ് ഞാനിപ്പോൾ ഒരു അടുത്ത് വാങ്ങി. സോ അത് നല്ലൊരു സംഭവം. ഞാൻ യൂട്യൂബിൽ റിവ്യൂ ഇടാൻ വാങ്ങിയതൊന്നുമല്ല, അനിയൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. പക്ഷേ സംഭവം ഒരു അടിപൊളി ഗാഡ്ജറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തുള്ളത്, നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നെ പറഞ്ഞത്. കൂടുതലൊന്നും പറഞ്ഞ് ടൈം എടുക്കുന്നില്ല. ഇതാണ് സാധനം. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നില്ലേ? ബൂസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു മിനി ഹോം തിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത സാധനമാണ് ഇത്. ഞാൻ മെയിനായിട്ട് വീഡിയോ തുടങ്ങുന്നതിന് ഒരു കാര്യം പറയാം. ഞാനിത് യൂട്യൂബിൽ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഇതിൻ്റെ പ്രൈസ് ഏകദേശം 300 സംതിങ് രൂപേൻ്റെ അടുത്തേ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഞാൻ ഒരിക്കലും ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 300 രൂപേൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളായിരുന്നു. പക്ഷേ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയപ്പോൾ, നമ്മളിപ്പോൾ ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹാളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന ടൈമാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ബാസും ട്രബിളും എല്ലാം കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി. ഓക്കെ, നമ്മളൊരു മിനി ഹോം തിയേറ്റർ എന്ന് കറക്റ്റ് ചെയ്തതിനൊരു സൂട്ടബിൾ ആയിട്ടുള്ള നെയിമാണ് മിനി ഹോം തിയേറ്റർ എന്ന് പറയുന്നത്. സോ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. പക്ഷേ നല്ല ഡിസൈൻ ആട്ടോ, ഒരു ക്യാന് പോലെ പിടിക്കാൻ പറ്റുന്നൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടി പൊളിക്കൽ ചടങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഇതപ്പോൾ ആദ്യം തന്നെ ബോക്സിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഇതാ കളറായിട്ടുള്ളൊരു നമ്മുടെ മിനി ഹോം തിയേറ്ററിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ എഴുതിയിട്ടുള്ളത് വെച്ചാൽ വയർലെസ് ആണ്. അതായത് നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി വരുന്നുണ്ട്, USB വരുന്നുണ്ട്. അതായത് നമുക്ക് പെൻഡ്രൈവ് കുത്തിയിട്ട് പാട്ട് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ ഹാൻഡ് ഫ്രീ കോളിംഗ്, നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വെച്ചിട്ട് കോൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ മെമ്മറി കാർഡ് ഇടാൻ പറ്റും, TF കാർഡ് വരുന്നുണ്ട്, FM റേഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഓക്സ്, അതായത് നമുക്ക് ലൈൻ വെച്ചിട്ട്, അതായത് ഹെഡ്സെറ്റിൻ്റെ പോലത്തെ ഓക്സ് കേബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാട്ട് കേൾക്കാനായിട്ട് പറ്റും. ഏകദേശം 1 to 3 hour ഇതിൽ പാട്ട് കേൾക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അതിലേറെ സമയം നിൽക്കുന്നുണ്ടോ. ഞാനിപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞത് 1-2 ദിവസമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ടൊരു ചാർജിങ് കേബിൾ, ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്ത പീസ് ആട്ടോ കേസ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ചാർജിങ് കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ ഇനി നോക്കുകയാണെങ്കിൽ ഇതാ ഡയറക്റ്റ് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ പിന്നെ വേറെ എന്തോ ഒരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇനി നമുക്ക് സാധനം നോക്കാം കേസ്. ഇതാ പെട്ടി പൊളിക്കൽ ചടങ്ങിലേക്ക്. ഓക്കെ കേസ്, നമ്മൾ കന്നാസ് പുറത്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം കേസ്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് തന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി പറയാം. നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഈ 300 റേഞ്ചിൽ ബിൽഡ് ക്വാളിറ്റി എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഓക്കെ, പെർഫെക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ പ്രൈസ് 300 രൂപേൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഇത് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനുമാണ് ഇത് കൊടുത്തുള്ളത്. ഒരുപാട് RGB ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിറകിലായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിൻ ആണ്. അപ്പോൾ എന്തായാലും ഇനി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കാണിച്ചോ. ഓക്കെ, മുകളിലായിട്ടൊരു സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സാധനം ഓൺ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കേട്ടോ, ഒരു RGB ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. കറക്റ്റ് ഒരു RGB ലൈറ്റ്, ഒരുപാട് കളേഴ്സ് ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ വേറെ ലെവൽ സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ഞങ്ങൾക്ക് ജസ്റ്റ് ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്തിട്ട് കാണിച്ചിട്ടോ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ മോഡ്സ് വരുന്നുണ്ട്. ഫസ്റ്റത്തെ ഒരു സ്വിച്ച് വരുന്നത് മോഡിൽ നമുക്കിതിൽ ബ്ലൂടൂത്ത് സ്വിച്ച് ചെയ്യാം, അതേപോലെ തന്നെ ലൈന്, മെമ്മറി കാർഡ്, USB അങ്ങനത്തെ ഓരോ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാനാണ് ഈ മോഡാണ് സ്വിച്ച് യൂസ് ചെയ്തത്. പിന്നെ വോളിയം ഡൗൺ, അതേപോലെ തന്നെ പ്രീവേഴ്സ് സോങ്, പിന്നെ പൗസ് ആൻഡ് പ്ലേ, അതേപോലെ തന്നെ കോൾ എടുക്കാനുള്ള സ്വിച്ചൊക്കെ ഉള്ളത്. പിന്നെ വോളിയം പ്ലസ് നെക്സ്റ്റ്. പിന്നെ ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ USB പോർട്ട് ഇടുന്നുണ്ട്, മെമ്മറി കാർഡുള്ള പോർട്ട് ഇടുന്നുണ്ട്, ചാർജിങ് പോർട്ട്, ഇയർഫോൺ പോർട്ട്, പിന്നെ ഓൺ ഓഫ് സ്വിച്ച്. ഇത്ര ഇതിൽ വരുന്നുള്ളൂ കേട്ടോ. ഒരു നല്ലൊരു ഡിസൈനാണ് കേസ്. എനിക്കിതിൽ പേഴ്സണലി ഒരുപാട് ഇഷ്ടമായ കാര്യം ഇതിൻ്റെ ഈ RGB ലൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സോ അപ്പോൾ ഞാനിത് ഈ ഫോണിലായിട്ട് ബ്ലൂടൂത്തോട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ബ്ലൂടൂത്താണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. കേസ് അലൻ വാൾക്കറിൻ്റെ ഒരു മ്യൂസിക്കാണ്. ഫോണിൽ ഫുൾ സൗണ്ടാണ്. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം വരാൻ മറന്നുപോയി. അടുത്ത വീഡിയോ ഒരു ഗിവ് അവേ വീഡിയോ കേട്ടോ. ഓക്കെ, ഗിവ് അവേ വീഡിയോ ആണ്, മറക്കണ്ട. കീപ് ട്യൂൺഡ് അല്ലേ, അങ്ങനെയല്ലേ? കിടിൽ ഗിവ് അവേ വീഡിയോ ആണ് അടുത്ത് വരുന്നത്. എന്തായാലും അതിന് വേണ്ടി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ അപ്പോൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ ടെക്നോളജിയോടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.